സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. സമരം തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. ഇന്നലെ ഗതാഗത കമ്മീഷണർ സ്വകാര്യ ബസ്സുടമകളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി ഇന്നത്തെ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡുകൾ തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയിൽ, വടക്കൻ കേരളത്തിലൊക്കെ പൂർണ്ണമായും ഏതാണ്ട് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവിടെയൊക്കെ കാര്യമായി തന്നെ ജനങ്ങൾക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി KSRTC തങ്ങളെ കൊണ്ട് കഴിയുന്നത്ര സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോഴും ചില മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് യാത്രയ്ക്കായി ആളുകൾ ആശ്രയിക്കുന്നത്. ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആദ്യ മണിക്കൂറുകളിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും അനുമോദും ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ കാര്യമായി തന്നെ നഗരത്തിലടക്കം സ്വകാര്യ ബസ്സുകളെയാണ് ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത്. ഈ ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഇത് പ്രകടമാവുന്നത്? സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുകയാണ്. അനിശ്ചിതകാല സമരം നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. അതിന് മുന്നോടിയായി ഇന്ന് സൂചനാ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ ഗതാഗത കമ്മീഷണറുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ച ഫലം കാണാതെ വന്നതോടെയാണ് ഇന്നത്തെ സമരവുമായി മുന്നോട്ടു പോകാൻ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചത്. സംസ്ഥാനത്തിൻ്റെ ചില മേഖലകളിൽ കാര്യമായി തന്നെ ഈ സ്വകാര്യ ബസ്സുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. പൂർണ്ണമായും സർവീസുകൾ അവരുടെ കയ്യിൽ ഉള്ള ചില മേഖലകളുണ്ട്. അത്തരം മേഖലകളിലാണ് ഇത് കാര്യമായി തന്നെ പ്രകടമാവുന്നത്. KSRTC കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് ആ മേഖലകളിൽ അത്ര കണ്ട് ഉപകാരപ്പെടില്ല. ആജ്ഞ, എന്താണ് വിവരങ്ങൾ? ഞാൻ കോള് കട്ടേ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയമായതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ബസ് ഉടമകളുടെ സംഘടന കൂട്ടായ്മയായിട്ടുള്ള ബസ് ഉടമ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതായത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ചർച്ച നടത്തിയത്. ആ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഈ ചർച്ച നടന്നു വരുന്നുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇന്നലെയും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്കിലേക്ക് പോകാമെന്നൊരു തീരുമാനം ബസ് ഉടമകളുടെ സംഘടന സംയുക്ത സംഘടന തീരുമാനിച്ചത്. അതേ തുടർന്നാണ് ഇന്ന് സൂചനാ പണിമുടക്ക് എന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് സമരത്തിലേക്ക് പോകുന്നത്. ശ്രീജ, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളുടെ ഒരു കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് പറയുമ്പോഴും ചില മേഖലകളെ കാര്യമായി തന്നെ സ്വകാര്യ ബസ് സമരം ബാധിക്കും. ആ ഭാഗങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ. എറണാകുളത്തും സ്ഥിതി സമാനമാണ്. നഗരത്തിലടക്കം വലിയ രീതിയിൽ സ്വകാര്യ ബസ്സുകളുടെ സാന്നിധ്യമുണ്ട്. അവിടെയൊക്കെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. കോന്നി പയ്യനാമൺ ചെങ്കുളത്ത് പാറമടയിൽ അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിക്കായി തെരച്ചിൽ ഉടൻ തുടങ്ങും. ബീഹാർ സ്വദേശിയായ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റായിയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ശശിനാരായണൻ വിവരങ്ങളുമായി.
ശശി, ഇന്നലെ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലും പാറക്കെട്ടുകൾ തുടർച്ചയായി ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കളക്ടർ സംസാരിക്കുന്നതിനിടെ പാറക്കെട്ട് വീഴുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇന്ന് രാവിലെ 7 മണിക്ക് ഈ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇന്നലെ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെ ഈ പാറപ്പടയിലേക്കുള്ള ഒരു പ്രവേശനം 7 മണി വരെ നിരോധിച്ചിട്ടുണ്ട്. കാരണം കളക്ടർ വന്നതിന് ശേഷം അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ മാധ്യമങ്ങൾക്കടക്കം ഈ പ്രദേശത്ത് എത്താൻ കഴിയുള്ളൂ. എന്തായാലും ഗേറ്റിന് പുറത്താണ് എല്ലാവരും ഉള്ളത്. എന്തായാലും ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒക്കെ അധികൃതർ എല്ലാവരും സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആ സ്ഥലത്ത് എത്താൻ കഴിയും. എന്തായാലും വേറൊരു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വലിയ ദുർഘടമായ ഒരു തിരച്ചിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇന്നലെ വലിയ പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീണ സമയം മുതൽ ഫയർഫോഴ്സും അതുപോലെ NDRF സംഘം സ്ഥലത്തെത്തിയെങ്കിലും ഈ ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അത് ഒഡീഷ സ്വദേശിയായ മഹാദേവ് പ്രതാപിന്റെ, അതായത് ഈ JCB ഓപ്പറേറ്ററിന്റെ സഹായിയായ മഹാദേവ് പ്രതാപിന്റെ മൃതദേഹം മാത്രമാണ് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഇന്ന് അജയ് റായ്, അതായത് ഈ JCB ഓപ്പറേറ്റർ, ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ അജയ് റായുടെ മൃതദേഹമാണ് ഇനി പുറത്തെടുക്കാനുള്ളത്. എന്തായാലും അത് പാറയെല്ലാം വീണ് ഈ ഹിറ്റാച്ചി പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാറയെല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാൻ കഴിയൂ. വലിയ ദുഷ്കരമായ അല്ലെങ്കിൽ ഒരു ശ്രമകരമായ ഒരു ജോലിയാണ് ഇതുള്ളത്. ഇന്നലെ ഈ സഹായിയുടെ മൃതദേഹം, അതായത് ഒഡീഷ സ്വദേശിയായ മഹാദേവ് പ്രതാപിന്റെ മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ വീണ്ടും പാറ മേലിൽ നിന്നും പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ഫയർഫോഴ്സ് സംഘങ്ങളൊക്കെ വലിയ പെട്ടെന്ന് തന്നെ ഓടി മാറിയത് കൊണ്ടാണ് വലിയ അപകടം ഉണ്ടാകാതിരുന്നത്. അത്തരത്തിൽ ദുഷ്കരമായ ഒരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ള കാര്യം തന്നെ വലിയ പ്രയാസമുള്ള ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. 10 കണക്കിന് ഭാരമുള്ള പാറയാണ് ഈ JCBയുടെ മുകളിൽ വീണ് പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് നിലവിൽ ക്രെയിൻ ഉപയോഗിച്ചോ മറ്റ് എന്തെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ വേണം മാറ്റാൻ. അതാണ് NDRFനെയും ഫയർഫോഴ്സിനെയും കുഴയ്ക്കുന്നത്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികം മേളിൽ നിന്നും പാറ ഇടിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് മാത്രമേ ഈ മൃതദേഹം, ഇനി അജയ് റായുടെ മൃതദേഹം കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇനി ഉണ്ടാകാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ഒരു പ്രവർത്തനമായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും രാവിലെ തന്നെ ഇത് ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സും അതുപോലെ തന്നെ പോലീസ് അടക്കമുള്ള സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അകത്ത് പാറമടയ്ക്കകത്താണ് ഈ പോലീസും ഫയർഫോഴ്സും ഉള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുന്നതിന് വേണ്ടി 7 മണിക്ക് ശേഷം കളക്ടർ എത്തുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് കയറി ഇത്തരം ദൃശ്യങ്ങൾ എടുക്കാനും കഴിയുള്ളൂ. ശ്രമകരമായ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഏത് തരത്തിലായിരിക്കും ഇത്തരത്തിൽ ഈ അജയ് റായിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. വലിയ വിസ്തൃതമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പാറ അനധികൃതമായി പാറ പൊട്ടിച്ചു എന്നുള്ള ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം ശരിയുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാനും കളക്ടർ തീരുമാനിച്ചിട്ട് പഞ്ചായത്തിന്റെ എല്ലാ അനുമതിയും പാറപ്പടയ്ക്കുണ്ടെന്നാണ് ഉടമ ടോം അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. അത് ജിയോളജി വകുപ്പ് എന്ന റിപ്പോർട്ടും കളക്ടർ തേടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമം ഇന്ന് വീണ്ടും നടക്കുക. അത് വീണ്ടും ഈ പാറ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഏറെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത്. പക്ഷേ അതേസമയം ഈ പ്രദേശത്ത് ഈ പരിസ്ഥിതി ലോല പ്രദേശമാണ്. മഴ പെയ്താൽ ഒരുപക്ഷെ ഈ ഇത്തരം കാര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം അടക്കം നടത്തുന്ന കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഈ ഫയർഫോഴ്സിനെയും NDRF സംഘത്തെയൊക്കെ കുഴയ്ക്കുന്നത്. ഏത് തരത്തിലാണ് അവിടെ നിന്ന് ഈ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് അപകടകരമായ സ്ഥലമാണ്. ഏത് നിമിഷവും വീണ്ടും പാറ ഇടിഞ്ഞു വരാം. മഴയാണെങ്കിൽ വീണ്ടും അത് പ്രകൃതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഉള്ളത്. എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ സമീപവാസികളൊക്കെ പാറമടയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത് കുറെ വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പാറമടയായിരിക്കും സ്വാഭാവികമായി നമ്മൾ കണ്ടിട്ട്. ഇതിനു മുമ്പ് അവിടെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമോ വലിയ ഖനനം നടത്തുന്നതിനെതിരെ പ്രതിഷേധമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോഴാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതിഷേധവും പ്രതികരണവും ഒക്കെ വരുന്നത്? ശ്രീജ, കോന്നി പഞ്ചായത്തിൽ 10ഓളം പാറമടകളാണുള്ളത്. അതിൽ പാറ ഒട്ടിച്ച് ക്രഷർ ഉൾപ്പെടെയുള്ള
സംവിധാനമാണ് ഈ ചെങ്കുളം പാറമടയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ഇപ്പോൾ പാറമടയുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതികളുണ്ട്. കാരണം താമസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവിടെയുണ്ട്. കാരണം ഈ വെള്ളം മലിനമാകുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഈ പാറ പൊട്ടിക്കുന്ന പ്രകമ്പനം കൊണ്ട് വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു. അത്തരം പരാതികളൊക്കെ നേരത്തെ തന്നെ ഉണ്ട്. സമരങ്ങളും പ്രദേശവാസികൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ നിലവിൽ തിയോളജി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയൊക്കെ അനുമതി ഉള്ളതുകൊണ്ട് മാത്രം ഇത് എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാൻ നാട്ടുകാർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അവസരത്തിലാണ് ഇത്തരം ഒരു അപകടം നടന്നത്. ഇടയ്ക്ക് ചില അപകടങ്ങളൊക്കെ ഉണ്ടാകും, ജീവഹാനി അങ്ങനെ ശശി, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ ജനീഷ് കുമാർ MLA നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KU ജനീഷ് കുമാർ, ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതും അപകടകരമായ സ്ഥിതിയിലാണ് ഇപ്പോഴും സാഹചര്യങ്ങൾ. ഇപ്പോൾ 7 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കരുതിയിരുന്നു. എത്രത്തോളം അനുകൂലമാണ് അതിന് സാഹചര്യങ്ങൾ? എന്താണ് ഈ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ എങ്ങനെയാണ്? NDRFന്റെ ടീം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള ചില വിദഗ്ധരുമെല്ലാം എത്തിയിട്ടുണ്ട്. പോലീസിന്റെയും എല്ലാം വിവിധ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഓഫീസർമാരുൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇളകിയിരിക്കുന്ന പാറകൾ നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ താഴേക്ക് കടന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഭാരമേറിയ പാറക്കല്ലുകളാണ്, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് കണ്ടാൽ അറിയാം. അത് മാറ്റാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ പോരെന്ന് വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കേണ്ടി വരില്ലേ? അതിനെ ചില വിദഗ്ധരെല്ലാം തന്നെ ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ആളുകളും ഇത്തരം മേഖലകളിൽ രക്ഷാദൗത്യത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളുമെല്ലാം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും NDRF ടീമുകളുമെല്ലാമായി ചേർന്ന് ആ കാര്യങ്ങൾ വേണ്ട വ്യക്തത വരുത്തി മാത്രമേ, സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ രക്ഷാദൗത്യത്തിലേക്ക് കടക്കത്തുള്ളൂ. ഈ മേഖലയിൽ അവിടെ മാത്രം ഏതാണ്ട് 10ഓളം പാറമടകൾ ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും അതേപ്പറ്റി കൂടുതൽ ചർച്ചകളൊക്കെ ഉണ്ടാവുക. ഇങ്ങനൊരു ഇപ്പോഴും പാറ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ആ മേഖലയിൽ ഈ ഖനനം എത്രത്തോളം ഒരു വലിയ റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്? ഇത് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു പാറമടയാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉള്ള പാറയാണ്. അതിന്റെ നടത്തിപ്പും ലൈസൻസും സംബന്ധിച്ചെല്ലാം ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ് ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുള്ളത്. ആ പ്രാഥമിക പരിശോധനയിൽ കോടതിയിൽ നിന്നും ഇവർ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് നേടിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമല്ല. പൂർണ്ണമായി ആ ക്രഷർ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങൾ കൂടുതൽ ജിയോളജി വകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവരെല്ലാം വന്ന് അതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ അത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ വർത്തമാനം പറയാൻ വേണ്ടി കഴിയൂ. അതെ, തീർച്ചയായും. അതെ, എന്നാലും ഒരു ജാഗ്രത ഇപ്പോൾ പ്രദേശത്ത് അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ ഇനിയും ഉണ്ടെങ്കിലൊക്കെ നമ്മളൊരു ഭൂമിശാസ്ത്രപരമായി ഒരു റിസ്ക് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ അതിൽ ഒരു ജാഗ്രത പാലിക്കുക എന്നതാണ്. കൂടുതൽ പരിശോധനകളൊക്കെ ആ മേഖലയിൽ നടത്തുന്നതിലേക്ക് പോവില്ലേ? തീർച്ചയായും. ഇത് ഇപ്പോ ജീവനക്കാരുടെ, തൊഴിലാളികളുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം ക്രഷറുകളാണെങ്കിലും മറ്റുമെല്ലാം പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന കൂടിയാണ് ഇത്തരം അപകടങ്ങൾ. നമുക്കറിയാം, ഇങ്ങനെ പാറകൾ ഇളകി നിൽക്കുന്നതിന്റെ അടിവാരത്തിൽ നിന്നാണ് ഈ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതെല്ലാം വ്യക്തതയോടെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വളരെ നന്ദി ശ്രീ ജനീഷ് കുമാർ, രാവിലെ ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും രക്ഷാപ്രവർത്തനം എത്രയും വേഗം തുടങ്ങി അത് വിജയകരമാവാൻ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അതൊരു വലിയ ദുഷ്കരമായ ദൗത്യമാണ്. അത്രയേറെ ഭാരമുള്ള പാറക്കല്ലുകളാണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അത് മാറ്റാൻ ആവശ്യമായ, അതിനുള്ളിൽ പെട്ടുപോയ അജയ് റായെ രക്ഷിക്കാൻ ആവശ്യമായ തരത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ ഉള്ള സംഘം അവിടെ ഉണ്ട് എന്നാണ് KU ജനീഷ് കുമാർ MLA നമ്മളോട് പ്രതികരിച്ചത്. കോന്നിയിൽ ഇന്നലെയാണ് പാറമട ഇടിഞ്ഞു വീണത്. അവിടെ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെയും ഈ പാറക്കെട്ടുകൾ തുടർച്ചയായി പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അതോടെ ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തനം
സമയത്തിനകം തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാലയിൽ ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ പോര് കടുക്കുകയാണ്. താൽക്കാലിക VC സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഗവർണർ സ്ഥാനത്തുനിന്ന് നീക്കിയേക്കും. സർവകലാശാല സിൻഡിക്കേറ്റിനെതിരെയും നടപടി രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമ പോരാട്ടങ്ങൾക്ക് ഈ വിഷയം വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർവകലാശാല ഇങ്ങനെ വാർത്തകളുടെ ഒരു കേന്ദ്ര സ്ഥാനത്ത് തുടരുകയാണ്. അത് പെട്ടെന്നൊന്നും അത് മാറില്ല എന്ന് തോന്നുന്നു. ഗവർണറുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ നിയമോപദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ എന്തൊക്കെ സുപ്രധാനമായ നീക്കങ്ങളിലേക്കായിരിക്കും ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ച് കടക്കുക? ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നാടകീയമായ സംഭവങ്ങളെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന് ഇന്നലെ നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ഡോക്ടർ സിസ തോമസ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ റിപ്പോർട്ട് രാജ്ഭവന് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് തന്റെ അനുമതിയില്ലാതെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിന് നിയമസാധുത ഇല്ല എന്നാണ്. താൻ പോയതിനു ശേഷം അവിടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഷനിലായിരുന്ന അനിൽകുമാറിനെ തിരികെ പദവിയിലേക്ക് കൊണ്ടുവന്നതിന് നിയമസാധുത ഇല്ല എന്നാണ് വ്യക്തമാക്കിയത്. പകരം താൻ മിനി കാപ്പനെ രജിസ്ട്രാറുടെ ചുമതലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ഒരു നടപടി ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കടുത്ത തീരുമാനങ്ങളിലേക്ക് രാജ്ഭവൻ കടക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് രജിസ്ട്രാർ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്ന അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിവെക്കുന്നതുൾപ്പെടെ സ്വാഭാവികമായി അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയായിരിക്കുമോ, അതോ സിൻഡിക്കേറ്റിനെ മുഴുവൻ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കുമോ എന്നതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം രാജ്ഭവന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഗവർണർ കടന്നാൽ അത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്കായിരിക്കും വഴിവെക്കുക. കേരള സർവകലാശാല ആസ്ഥാനത്തെ ജീവനക്കാരും ഇടത് സംഘടനകളും തുടങ്ങിവെച്ച പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് രാജ്ഭവനിലേക്ക് തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് വരെ നയിക്കുന്ന ഒരു പശ്ചാത്തലമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങ് ഉണ്ടാകാനിടയുള്ളത്. രാജ്ഭവന് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇനി ഗവർണർക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു കടുത്ത തീരുമാനം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊക്കെ ഇടയിൽ റഷ്യയിലേക്ക് പോയ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഒരുപക്ഷെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും എന്ന വിവരം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗണവേഷത്തിലുള്ള പോസ്റ്ററൊക്കെ വെച്ചായിരുന്നു ഇന്നലെ SFIയുടെയൊക്കെ ഒരു പ്രതിഷേധം കണ്ടത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ പ്രതിഷേധങ്ങളുടെ ഒരു സാഹചര്യം ഉണ്ടാക്കില്ലേ? ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്നോ നാളെയോ തിരികെ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ തിരികെ എത്തിയ ശേഷം ഔദ്യോഗികമായ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും. പക്ഷേ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്ക് സർവകലാശാല ആസ്ഥാനം വേദിയാകും. ഇന്നലെ ഈ വൈസ് ചാൻസലർ രാജ്ഭവന് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമാണ് ഈ ഗണവേഷത്തിലുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ഫ്ലക്സ് ബോർഡുകൾ കവാടത്തിൽ, അതായത് സർവകലാശാലയുടെ പ്രധാന കവാടങ്ങളിലടക്കം സ്ഥാപിച്ചുകൊണ്ട് SFI ഉൾപ്പെടെ പ്രതിഷേധം കടുപ്പിച്ചത്. ഇന്ന് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ജീവനക്കാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് ബന്ദോബസ്തിലായിരിക്കും സർവകലാശാല ആസ്ഥാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നും സർവകലാശാല, കേരള സർവകലാശാല ആസ്ഥാനം വാർത്തകളുടെ കേന്ദ്രമായി തുടരുമെന്ന് ഉറപ്പാണ്. ഗവർണർ ഒരു വലിയ നടപടികളിലേക്ക്, സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നതടക്കമുള്ള ഒരു കടന്ന കൈയിലേക്ക് പോകുമോ, അതോ സസ്പെൻഷൻ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണോ എടുക്കുക? എന്തായാലും നിയമോപദേശം രാജ്ഭവന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്ത് തീരുമാനമെടുക്കും അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇനി മറ്റു വാർത്തകൾ നോക്കാം. സ്കൂളുകളുടെ പ്രവർത്തന സമയ മാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങി സമസ്ത. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രാരംഭഘട്ട സമരപരിപാടികൾക്ക് തുടക്കമാവുന്നത്. സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ സമസ്ത നേരിട്ട് പ്രക്ഷോഭ രംഗത്തിറങ്ങാനാണ് തീരുമാനം. പ്രക്ഷോഭ പ്രഖ്യാപന സമ്മേളനം രാവിലെ 10 ജൂലൈ 10 രാവിലെ 10 കോഴിക്കോട് ടൗൺ ഹാളിൽ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഇനി അധികം ദൂരമില്ല തെരഞ്ഞെടുപ്പിലേക്കൊക്കെ. അങ്ങനെ വരുമ്പോൾ സമസ്ത ഇങ്ങനൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത് സർക്കാരിനെ വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എപ്പോഴും ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലൊക്കെ പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. പക്ഷേ ഇതിപ്പോൾ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയല്ലേ പോകുന്നത്? തീർച്ചയായും ശ്രീജ, ഈ സ്കൂളുകളുടെ അധ്യയന സമയം ഈ അധ്യയന വർഷം ആരംഭിച്ച ദിവസം മുതൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ 15 മിനിറ്റ് വീതം വർദ്ധിച്ചിരിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കുമാണ് ഈ 15 മിനിറ്റ് വീതം വർദ്ധിച്ചിരിക്കുന്നത്. അതായത് രാവിലെ 9:45 മുതൽ വൈകുന്നേരം 4:15 വരെയാണ് അധ്യയനം നടക്കുന്നത്. ഈ തീരുമാനം വന്നതോടുകൂടി തന്നെ ഇത് ഈ മദ്രസ പഠനത്തിന് അല്ലെങ്കിൽ മതപഠനത്തിനുള്ള സമയം നഷ്ടപ്പെടുന്നു. കുട്ടികൾക്ക് മതപഠനം നടത്തിയ ശേഷം പിന്നീട് സ്കൂളിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനായി സമയം ലഭിക്കുന്നില്ല എന്ന ആരോപണമാണ് സമസ്ത അടക്കമുള്ള സംഘടനകൾ ഉന്നയിച്ചത്. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി സമസ്ത 2 വട്ടം സർക്കാരിനെ സമീപിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനം ഇല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് സമസ്തയുടെ പരാതി. ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1100 മണിക്കൂർ പഠന സമയം വേണം. ഇതനുസരിച്ച് 220 പ്രവൃത്തി ദിനങ്ങൾ എങ്കിലും ചുരുങ്ങിയത് വേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ സമയമാറ്റ തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു 5 അംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ഈ ഹൈക്കോടതി നിർദ്ദേശം മറികടന്ന് മറ്റൊരു മാറ്റത്തിലേക്ക് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇനി എടുക്കേണ്ടത് എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ സമസ്തയ്ക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സമസ്തയിലെ ലീഗ് അനുകൂലികളായ വിഭാഗമാണ് ഇപ്പോൾ ഈ സമര പ്രഖ്യാപനവുമായി എത്തിയിരിക്കുന്നത്. അവർ 10-ാം തീയതി രാവിലെ കോഴിക്കോട് വെച്ച് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തും. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പിന്നീട് ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ തന്നെ ചില പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സമസ്ത നേരിട്ട് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിലൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമസ്ത തന്നെ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനവുമുണ്ട്. നമുക്കറിയാം സമസ്തയിൽ ഇപ്പോൾ 2 വിഭാഗങ്ങളുണ്ട്. ലീഗിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ലീഗിനെ എതിർക്കുന്ന ഒരു വിഭാഗവും. ഇതിൽ ലീഗ് അനുകൂലികളായ വിഭാഗമാണ് പ്രത്യക്ഷ സമരവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറുപക്ഷത്തുള്ള വിഭാഗത്തിലും ഇപ്പോഴും സംസ്ഥാന സർക്കാരിൽ ചെറിയ വിശ്വാസമുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അത്തരമൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ സമസ്ത നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത്. ശ്രീജ, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് എന്തായാലും സമസ്തയും സർക്കാരും നേർക്കുനേർ വരുന്നൊരു സാഹചര്യം അത് സർക്കാരിന് അത്ര ശുഭകരമാവില്ല എന്ന് സർക്കാരിനും അറിയാം. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. സമസ്തയാകട്ടെ ഒരു പ്രക്ഷോഭ പ്രഖ്യാപനത്തിലേക്കാണ് പോകുന്നത്. അനസ്തീഷ്യ നൽകുന്നതിനിടെ മരിച്ച 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. കുട്ടിയുടെ മരണകാരണം കണ്ടെത്താൻ പ്രാഥമിക പരിശോധനയിൽ കഴിഞ്ഞില്ല. ആന്തരിക പരിശോധനാ ഫലം ലഭിക്കുന്നതിലൂടെ മരണകാരണം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. അനീഷ് തന്നെ വിവരങ്ങൾ നൽകും. അനീഷ്, വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒരു മതപരമായ ചടങ്ങാണ്. പക്ഷേ 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ്, ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ആ ക്ലിനിക്കൽ സംവിധാനം ഉണ്ടായിരുന്നോ? ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതൊക്കെയാണ്. ഇപ്പോൾ ഈ ആന്തരിക പരിശോധനാ ഫലം എപ്പോൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്?
ശ്രീജ, ഇന്ന് ഉച്ചതിരിഞ്ഞോടുകൂടി തന്നെ ഈ ആന്തരിക അവയവ പരിശോധനാ ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. കാരണം ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മരണകാരണം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ ഫോറൻസിക് വിഭാഗം ഈ കുട്ടിക്ക് നൽകിയ ചികിത്സയെക്കുറിച്ചുള്ള വിവരങ്ങൾ, എന്ത് മരുന്നാണ് നൽകിയത് എന്നീ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഒപ്പം ഈ കുട്ടി ഒരു പ്രിമച്വർ ബേബി, അതായത് മാസം തികയും മുമ്പ് പ്രസവിച്ച ഒരു കുട്ടിയാണ്. 8ാം മാസത്തിലാണ് ഈ കുഞ്ഞുണ്ടായത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശം എന്നിവയൊക്കെ തേടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാവും, ഈ ആന്തരികാവയവ പരിശോധനാ ഫലം കൂടി കണ്ട ശേഷമാവും ഇക്കാര്യത്തിൽ ഒരു മരണകാരണം സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു തീർപ്പിലേക്ക് അധികൃതർ എത്തുക. എന്തായാലും രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ട്. ഒന്ന്, ഈ കുട്ടിയുടെ ഒരു പൊതുവായ ആരോഗ്യം മോശമായിരുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. ഈ ആശുപത്രി അധികൃതർ തന്നെ ഇത് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു നമ്മളോട്. കാരണം ഈ 8 മാസത്തിൽ പ്രസവിച്ച ഒരു കുട്ടിയാണ് എന്നുള്ളൊരു ഹിസ്റ്ററി അത് ഡോക്ടറോട് ഇവർ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കുട്ടിയുടെ ആരോഗ്യം മോശമായത് അറിഞ്ഞിരുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഡോക്ടർ ഏർപ്പെടുത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. അക്കാര്യവും ആണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. ഒപ്പം ഈ അനസ്തേഷ്യ നൽകിയപ്പോൾ ആ അനസ്തേഷ്യയുടെ ഡോസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന പരിശോധനയും നടത്തും. എന്തായാലും കുടുംബം ഇന്നലെ തന്നെ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടിലേക്കാണ് എത്തിയത്. ആശുപത്രിയുടെ പിഴവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭ്യമാകുകയാണെങ്കിൽ മാത്രം ആശുപത്രിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്നവർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വെറും 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് ഈ ലോക്കൽ അനസ്തേഷ്യ നൽകുകയും ഈ സുന്നത്ത് കർമ്മം നിർവഹിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ചർച്ചകളും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ മതപരമായ ആളുകളോടൊക്കെ ബന്ധപ്പെടുമ്പോഴും പലരും അവർ പറയുന്നത് ഈ ജനിച്ച് 1-2 ദിവസങ്ങളിൽ പോലും ഇപ്പോൾ ഈ സുന്നത്ത് കർമ്മം നിർവഹിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ, ഈ 4, 5, 6 വയസ്സായി കഴിയുമ്പോൾ പിന്നീട് ഈ സുന്നത്ത് നിർവഹിക്കുമ്പോൾ വലിയ വേദന കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ പലപ്പോഴും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇക്കാര്യം ചെയ്യുന്നതെന്ന വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ബാലാവകാശ കമ്മീഷനും ജില്ലാ ആരോഗ്യ വകുപ്പും ഒക്കെ വളരെ ഗൗരവമായി തന്നെ ഇക്കാര്യം കണക്കിലെടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് DMOയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാലാവകാശ വകുപ്പ് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ അന്വേഷണങ്ങളും ഇന്ന് ലഭിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ഇനി കാര്യമായി മുന്നോട്ട് നീങ്ങുക. ശ്രീജ. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ന്യൂസ് 18 പുറത്തുവിടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയായിരുന്നു ആരോഗ്യ കിരണം. ഈ പദ്ധതിയും പാളി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാർ ഫണ്ട് ലഭിക്കാതായതോടെ പല ആശുപത്രികളും സൗജന്യ ചികിത്സ നിർത്തിയിരിക്കുന്നു. ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷമായെന്നും ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്നുമാണ് ആശുപത്രികളുടെ നിലപാട്. OP ടിക്കറ്റിനടക്കം കുട്ടികളിൽ നിന്ന് തുക ഈടാക്കി തുടങ്ങി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നമ്മൾ OP ടിക്കറ്റിന് മുന്നേ പൈസ കൊടുക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ 10 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്, അതിപ്പോൾ സെപ്പറേറ്റ് വരികളുണ്ടെങ്കിൽ പോലും കുട്ടികൾക്കായിരുന്നാലും സെപ്പറേറ്റ് വരിയുണ്ട്. പക്ഷേ ഒരാളാണ് ടോക്കൺ എടുത്തു കൊടുക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്ന് ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് ഞങ്ങൾക്ക് OP ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. മിക്ക ടെസ്റ്റിനും, ബ്ലഡിനായിരുന്നാലും എല്ലാത്തിനും ടെസ്റ്റിന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ റിസൾട്ട് കാണിക്കാനായിട്ട് പറ്റുന്നത്. പുറമേക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ഇതുണ്ട്? പുറമെ നമുക്ക് സ്കാനിങ്ങും അതിനും ഇതൊക്കെ പുറത്ത് ചെയ്യാനാണ് എഴുതായിരുന്നത്. ഇവിടെ നിന്ന് 2 വയസ്സുകാരനെയും കൊണ്ട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുടുംബമാണിത്. ആരോഗ്യകിരണം പദ്ധതിയിൽ സൗജന്യ ചികിത്സ എന്ന സർക്കാർ ഉറപ്പ് വിശ്വസിച്ചവരാണ് ഇവർ. എന്നാൽ ചികിത്സ സൗജന്യമല്ലാതായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ആരോഗ്യകിരണം പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ഈ ആശുപത്രിക്ക് നൽകേണ്ടിയിരിക്കുന്നത്. കുടിശ്ശികയായിരിക്കുകയാണ്. അടുത്ത കാലത്തായിട്ട് അതിനെ വേണ്ട രീതിയിൽ കേന്ദ്ര ഫണ്ട് വകയിരുത്തുവാനോ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനമെന്നോണം അത് സുദൃഢമായി കൊണ്ടുപോകുവാനോ സാധിക്കാത്ത സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ തുല്യമായി പ്രതികൂട്ടിലാണ്. ഇതൊരു ആശുപത്രിയിലെ മാത്രം അവസ്ഥയല്ല. സംസ്ഥാനത്തെ പല സർക്കാർ ആശുപത്രികളിലും ആരോഗ്യകിരണം പദ്ധതി അവസാനിപ്പിച്ച മട്ടാണ്. വരുമാന വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, ഇതാണ് ആരോഗ്യകിരണം പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവഹണത്തിനുള്ള തുക വകയിരുത്തുന്നത്.
സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത ചികിത്സ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്നും ലഭ്യമാവും. 2022 നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകരണം പദ്ധതി നടപ്പാക്കുന്നത്. അതിനു മുൻപ് നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം. സൗജന്യ ചികിത്സയുടെ റീഫണ്ട് തുക കിട്ടാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണം. ആരോഗ്യരംഗത്തെ മുൻനിര നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടും പുറകിലല്ല. എന്നാൽ ഇതേ ആവേശവും ഊർജവും കൗമാരക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഇത്തരം പദ്ധതികൾ നിലനിർത്തുന്നതിലും കാണിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആരോഗ്യപൂർണമായ ഒരു ഭാവി ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ വിഷയം വളരെ വിശദമായി തന്നെ ന്യൂസ് 18 ചർച്ച ചെയ്യുന്നു. ആരോഗ്യ കിരണം പദ്ധതിയും പാളുമ്പോൾ ആരോഗ്യ കേരളത്തിന്റെ കൊട്ടിഘോഷിച്ച പല പദ്ധതികളിലുമുള്ള വീഴ്ചകൾ വളരെ വിശദമായി ചർച്ച ചെയ്യാം. 9 മണിക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലയ്ക്കുകയാണ്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പരമാവധി സർവീസുകൾ KSRTC നടത്തുന്നുണ്ട്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തു നിന്ന് CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകളെയാണ്, കോഴിക്കോട് ഉൾപ്പെടെ. ആ മേഖലയിലൊക്കെ എത്രത്തോളം കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈ സ്വകാര്യ ബസ് സമരം? ശ്രീജ പറഞ്ഞതുപോലെ ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ ഏറ്റവും അധികം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ് സമരം തീർച്ചയായിട്ടും യാത്രക്കാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ജംഗ്ഷനിലാണ്. നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലെ കാഴ്ചകൾ കാണാം. നമുക്ക് ഇവിടെ സാധാരണയിൽ തന്നെ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ ഈ പാലം അടച്ചുള്ള നിർമ്മാണം കാരണം കുറവാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ബസ് സമരം കൂടി വന്നിരിക്കുന്നത്. ആളുകളൊക്കെ പല ഭാഗത്തായിട്ട് നിൽക്കുന്നത്. കേൾക്കൂ, എവിടെ പോവാ? നിൽക്കുക, എവിടെ പോവാ? ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് പോകാം. എങ്ങനെ പോവാ? ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്നു പോകാം. നടന്നു പോകേണ്ടി വരും, ബസ്സില്ലാത്തതുകൊണ്ട് നടന്നു പോകേണ്ടി വരും. സാധാരണ ഇവിടുന്ന് തന്നെ പോകണം അല്ലേ? ഇവിടെ നിന്നുള്ള നമുക്ക് കാണാം യാത്രക്കാരൊക്കെ വളരെ കുറവാണ്. കാരണം ഈ ബസ് സമരത്തെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് തന്നെ. ഇത് സ്കൂൾ ബസ് വരുമോ? സ്കൂൾ ബസ്സിന് ലൈൻ ബസ്സിലെ പോലെ. ലൈൻ ബസ്സിലെ പോലെ. ലൈൻ ബസ്സിലാണ് പോലെ. എന്താ ചെയ്യണിപ്പോൾ? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെ പോവാനിപ്പോൾ? ബസ് ഇരുന്ന് കാത്തിക്കാണ്. ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും അല്ലേ? അറിയില്ല. ബുദ്ധിമുട്ടായി. ഈ ബസ് സമരത്തെക്കുറിച്ച് അറിയുമെങ്കിലും ഓട്ടോറിക്ഷയും മറ്റുമൊക്കെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് പലരും കാത്തു നിൽക്കുന്നത്. ഇവിടെ രാവിലെ ജോലിക്ക് പോകാൻ നിൽക്കുന്ന സ്ത്രീകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. അവരൊക്കെ ചേച്ചി എവിടേക്കാണ് പോകുന്നത്? സ്കൂളിക്ക്. എങ്ങനെ പോകാനിപ്പോൾ ബസ് സമരം? ഓട്ടോറിക്ഷ കിട്ടിയാൽ പോകണോ? ബസ് സമരം അറിഞ്ഞിരുന്നില്ലേ? ബസ് സമരത്തിൻ്റെ ബസ് കിട്ടുന്ന അറിഞ്ഞു. ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും അല്ലേ? പലരും ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. ചേച്ചി എവിടേക്കാ? തിരുക്കാട് സ്കൂൾ. ഓട്ടോറിക്ഷയിൽ പോകണമെന്ന്
ഓട്ടോറിക്ഷയിൽ പോകാറുണ്ട്. ഈ ബസ് സമരവും ഒന്നാമത് ഇവിടെ ബസ്സില്ലാത്ത നല്ല ബുദ്ധിമുട്ടാണോ? നല്ല ബുദ്ധിമുട്ടാ, നടന്നു പോരണ്ടേ. നടന്നു പോകേണ്ടി വരും. സ്കൂൾ ബസ് കാത്തിട്ടോ സ്കൂൾ ബസ് വരും. അപ്പോൾ ഒരു സമാധാനം അതുകൊണ്ട് പോകാണ്. ഇവിടെ ഈ പല ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഈ അങ്ങാടിപ്പുറം എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ പലരും ദൂരെ നിന്നൊക്കെ വന്നു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഏടോ പോകുന്നത് കേട്ടാ? മലപ്പുറത്താണ്. ഇപ്പോൾ എങ്ങനെ ഇവിടെ KSRTC ഉണ്ടാവും? ഈ വഴി വരാറില്ല? ഇപ്പോൾ വരാറില്ല. നോക്കട്ടെ എങ്ങനെയും ഓട്ടോറിക്ഷയിൽ പോകേണ്ടി വരും അല്ലേ? ഇവിടെ ഈ റോഡ് പണിയൊക്കെ ആയിട്ട് പാലമണിയായിട്ട് ബസ് സർവീസാണ്. ബസ് സമരം കൂടിയാണല്ലോ. ശരിക്കും ബസ് സമരം ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ കുറേ കാലമായാലും ഉണ്ടായിട്ട് അനിശ്ചിതകാല സമരമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം ആളുകളൊക്കെ ഈ ഓട്ടോറിക്ഷയിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. പലരും പല ഭാഗങ്ങളിലേക്കായിട്ട് മലപ്പുറത്തേക്കൊക്കെ പോകുന്നവരാണ് ഏറ്റവും അധികം ഉള്ളത്. ഇത് ബസ് സമരമായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ചേർന്നുണ്ടോ? അതിന് യോജിപ്പല്ലേ നമ്മള് ആകെ നിങ്ങളെ മാത്രമേ ആശ്രയമുള്ളൂ അല്ലേ? ഈ ബസ് സമരം കൊണ്ട് കുറച്ചൊന്ന് ഗുണം കിട്ടുക ഒരു പക്ഷേ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ ആയിരിക്കും. സാധാരണ ഓട്ടോറിക്ഷയിൽ കയറാത്തവരിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറേണ്ട സാഹചര്യം ഉണ്ടാകുന്ന ഉറപ്പാണ്. എന്താണെങ്കിലും നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധി ഉണ്ട് ഈ ഒരു ബസ് സമരം കാരണം ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് ഗതാഗതം നടത്തുന്നവരാണ് മലപ്പുറം ജില്ലയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് സമരത്തിൻ്റെ ദുരിതം ഏറ്റവും അധികം വരും മണിക്കൂറുകളിലായിരിക്കും അറിയുക. പ്രത്യേകിച്ച് ഓഫീസ് സമയവും സ്കൂൾ സമയമൊക്കെ ആകുന്ന ആ സമയത്തേക്ക്. അപ്പോഴേക്കും ഈ ഒരു യാത്രാ ദുരിതത്തിൻ്റെ കാഴ്ചകൾ ഇതുപോലെ ആകില്ല എന്ന് ഉറപ്പാണ്. അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടി ഉള്ളത്, ഇതുവഴി പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്, പാലം അപ്രോച്ച് റോഡിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് ബസ്സുകളൊന്നും ഈ വഴി സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ KSRTCയും ഇതുവഴി സർവീസ് നടത്തില്ല. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ശരിക്കും ഈ ഓട്ടോറിക്ഷകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെയായിരിക്കും ആശ്രയമുണ്ടാവുക. എന്നാണെങ്കിലും ബസ് സമരം മലപ്പുറം ജില്ലയിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളെ ദുരിതത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീജ, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലൊക്കെ പൂർണ്ണമായും സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട്. ചെറിയ റൂട്ടുകളിലൊക്കെ പൂർണ്ണമായും സ്വകാര്യ ബസ്സുകൾ തന്നെയാണുള്ളത്. അവിടെയൊക്കെ കാര്യമായി തന്നെ ബസ് സമരം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇപ്പോൾ ഈ രാവിലെ തിരക്കൊക്കെ തുടങ്ങും മുമ്പ് തന്നെ ആളുകളൊക്കെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. KSRTC സർവീസുകളൊക്കെ മറ്റ് മേഖലയിൽ ആശ്വാസമാവുമെങ്കിലും ഇത്തരം മേഖലകളിൽ ഈ സ്വകാര്യ ബസ്സുകളെ പൂർണ്ണമായും ആശ്രയിക്കുന്ന മേഖലകളിൽ വലിയ ഫലം ഉണ്ടാക്കില്ല. അതുകൊണ്ട് എന്തായാലും സ്വകാര്യ ബസ് സമരം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇങ്ങനൊരു പണിമുടക്കൊക്കെയായി രംഗത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ന് പൂർണ്ണമായും വലഞ്ഞിരിക്കുകയാണ് ആ മേഖലകളിലൊക്കെ. മറ്റു വാർത്തകളിലേക്ക് പോകാം. 14 രാജ്യങ്ങൾക്ക് അധിക തീരുവ അടിച്ചേൽപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മ്യാൻമറിനും ലാവോസിനുമാണ് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്നത്. തായ്ലൻഡ്, ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ്, ഖസാക്കിസ്ഥാൻ, ഇന്തോനേഷ്യ, ടുണീഷ്യ, മലേഷ്യ, സെർബിയ, കംബോഡിയ, ബോസ്നിയ, ഹെർസഗോവിന തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് തീരുവ ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത്. സജിമോൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ ഈ ബ്രിക്സ് ഉച്ചകോടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയ പ്രശ്നം പ്രസിഡന്റ് പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുന്നവരോട് ഇനി യാതൊരു സംയമനവും കാണിക്കില്ല, അവരോട് ഇനി യാതൊരു ഇളവും ഉണ്ടാവില്ല എന്നൊക്കെ ഉറപ്പിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ ഇന്തോനേഷ്യ, ടുണീഷ്യ അടക്കമുള്ള കുറേ രാജ്യങ്ങൾക്ക് വീണ്ടും അധിക തീരുവ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ 14 രാജ്യങ്ങളുടെ പട്ടിക വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? തീർച്ചയായും ടാരിഫ് ഈക്വൽ ടു ടാക്സ് ഇവിടെ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അപ്പോൾ അത് അപ്സ് ആൻഡ് ഡൗൺസ്, സസ്പെൻസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത്. നമുക്കറിയാമല്ലോ, അമേരിക്കയ്ക്ക് ഏകദേശം ഇങ്ങോട്ടേക്ക് ടാക്സ് 2.8% ആവറേജ് ആയിരുന്നു. എന്നാൽ മറ്റ് ലോക രാഷ്ട്രങ്ങൾ 50, 100, 75, 140 വരെ അമേരിക്കയെ ചാർജ് ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതിന് ബദലായിട്ടാണ് ഈ ഒരു ടാരിഫ് വന്നത്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നത്. എന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്ത വിധത്തിൽ ഇവിടെ പല ക്രിറ്റിസിസം ഉയരുന്നുണ്ട്. എന്നാൽ അതിനിടയിലൂടെ ഓരോ ദിവസവും ഓരോരോ ട്വിസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബ്രിക്സിന് അത് എനിക്ക് തോന്നുന്നത് ജൂലൈ 7 അത് എക്സ്പയർ ആവുകയായിരുന്നു. അതിനെ ഓഗസ്റ്റ് 1 മാറ്റി എക്സ്റ്റെൻഡ് ചെയ്തു. അതൊരു
ഗുഡ് ന്യൂസ് ആണ് ബ്രിക്സ്. കാരണം ബ്രിക്സിനകത്താണ് നമ്മൾ ഇന്ത്യയും വരുന്നത്. എനിക്ക് തോന്നുന്നത് ബ്രിക്സിൽ എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏകദേശം 40% പോപ്പുലേഷൻ ബ്രിക്സിലാണ്. അതുപോലെ തന്നെ 46% GDP കൺട്രോൾ ചെയ്യുന്നത് ബ്രിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാവണം എന്ന് കരുതുന്നു. അത് ജൂലൈ 7 നിന്ന് മാറ്റി ഓഗസ്റ്റ് 1 മാറുകയാണ്. അപ്പം നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ഇന്ന് ഇപ്പൊ ശ്രീധ പറഞ്ഞു കൊടുക്കുക തന്നെ 14 രാജ്യങ്ങൾക്ക് അതിനകത്ത് പല ചെറിയതും വലുതുമായ രാജ്യങ്ങളുണ്ട്. തായ്ലൻഡ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, സെർബിയ ഉണ്ട്, കംബോഡിയ ഉണ്ട്. അങ്ങനെ തുടങ്ങിയ 14 രാജ്യങ്ങൾക്ക് പിന്നെയും തീരുവ 40% മാറ്റിക്കൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ നെഗോഷിയേഷൻ ഇന്റൻസ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളുമായിട്ടും സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്. എന്നാൽ പല രാജ്യങ്ങളുമായിട്ട് സെറ്റിൽ ആവാനായിട്ട് ഇനി ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിയാക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇവിടെ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് 4.5% ഡൗ ജോൺസിന് താഴേക്ക് പോയി. അപ്പൊ അതിന്റെ അർത്ഥം മാർക്കറ്റ് ടോട്ടലി ക്രാഷ് ആയി എന്നല്ല. കാരണം 42,000 നിന്ന് 44,000 ആയി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ താരിഫിന് ഒരു സമാധാനമായി എന്ന് കരുതി മാർക്കറ്റ് അപ്പിൽ മേളിലേക്ക് പോവുകയായിരുന്നു. പോസിറ്റീവ് ട്രെൻഡ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ ആ ഒരു ചേഞ്ച് മാറ്റിമറിച്ചുകൊണ്ട് ഇന്നത് താഴേക്ക് പോവുകയാണ് കാണുന്നത്. അതാണ് ഇതിനെപ്പറ്റി താരിഫെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്ഥിതിയാണ്. ഒപ്പം വലിയ ആശങ്കയായി ടെക്സസിലെ മരണസംഖ്യ ഉയരുകയാണ്. 104 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായാണ് ഇപ്പോൾ അറിയുന്നത്. ഈ പെൺകുട്ടികളുടെ കാര്യമൊക്കെ വലിയ ഒരു വിഷമം പിടിക്കുന്ന ചില വാർത്തകളുണ്ടല്ലോ. ഇനിയും പ്രളയ സാധ്യത മുന്നറിയിപ്പ് വരുന്നൊരു സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് അവിടെ വിലയിരുത്തലുകളുള്ളത്? ഇപ്പം പ്രസിഡന്റ് ട്രംപ് ടെക്സസിൽ എത്തുമെന്നൊക്കെ അറിയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, അത് വളരെ വലിയൊരു സാഡ് സ്റ്റോറിയാണ്. അതൊരു എന്താ പറയുക, നമുക്ക് പറയുമ്പോൾ തന്നെ വിഷമം വരുന്നു. കാരണം ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖമാണ് നമ്മുടെ മുഖത്തേക്ക് വരുന്നത്, മനസ്സിലേക്ക് വരുന്നത്. ജൂലൈ 4th വീക്കെൻഡ് ആയിരുന്നു ഇവിടെ. ജൂലൈ 4th അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളും ഇവിടെ അടവും. ഒത്തിരി ആൾക്കാർ ക്യാമ്പിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് പോകുന്ന ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേറ്ററി മൂവ്മെന്റ് ആയിരുന്നു അത്. എന്നാൽ അതിനിടയിലാണ് ജൂലൈ 3 അതായത് വ്യാഴാഴ്ച ഇവിടെ ഒരു വാർണിംഗ് വരുന്നത്. വാർണിംഗ് വന്നു കഴിഞ്ഞ് ജൂലൈ 4th ഏർലി മോർണിംഗിന് ഏകദേശം 4 മണിക്ക് അറിയാൻ കഴിയുന്നത് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഏകദേശം ഒരു മാസത്തിൽ പെയ്യാനുള്ള മഴയാണ് ഒരുമിച്ച് വന്നത്. ഒന്ന്. രണ്ടാമത്തേത് ആ ടെക്സസിന്റെ കെയർ കൗണ്ടി എന്ന് പറയുന്നത് ഏകദേശം ഡള്ളസ് അല്ലെങ്കിൽ ഹൂസ്റ്റൺ ഏരിയയിൽ നിന്ന് 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉള്ള ആ ഒരു ഏരിയയാണ് കെയർ കൗണ്ടി എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ഗഡലപ്പ റിവർ എന്ന് പറയുന്നത്, ആ റിവർ ഈ പറഞ്ഞ 1 മണിക്കൂറിൽ 2 മണിക്കൂർ കൊണ്ട് 22 അടി മേളിലേക്ക് ഉയരുകയും 24 അടി വരെ അത് ഫർദർ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഉണ്ടായത്. അപ്പൊ അതിനകത്ത് വളരെയധികം ട്രാജിക് ആയിട്ട് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് റിപ്പോർട്ടുകൾ വരുന്ന തുടക്കത്തിൽ 20 ആയിരുന്നു, പിന്നെ 30 ആയി, 50 ആയി, 60 ആയി, ഇന്ന് 90, ഇന്ന് കാലത്തെ 93 ആയിരുന്നു, 97 ആയി. ആസ് വി സ്പീക്ക് നൗ എനിക്ക് തോന്നുന്നത് 104 പേര് മരണമടഞ്ഞു. അതിനകത്ത് 27ലധികം കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗഡലപ്പ റിവറിന്റെ തീരങ്ങളിൽ ഏകദേശം 12ഓളം ക്യാമ്പുകൾ ആക്റ്റീവായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സ്കൂൾ അവധിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഈ പിള്ളേരൊക്കെ ഒരാഴ്ചത്തെ ക്യാമ്പിങ്ങിന് വേണ്ടി ജൂലൈ 4th സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 12 ക്യാമ്പുകളിലായിട്ട് ഒട്ടനവധി ആൾക്കാരുണ്ടായിരുന്നു. ഐറണി എന്ന് പറയട്ടെ, അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് കാര്യം എന്ന് പറയട്ടെ, അമേരിക്കയിൽ 3ാമത് ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക്, അതായത് ഫ്ലാഷ് ഫ്ലഡിങ് വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയ എന്നൂടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു ട്രാജഡി ആ ഏരിയയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. ഏകദേശം കാരണങ്ങൾ പലതും ഇപ്പം പലരും തപ്പുന്നുണ്ട്. മീൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. 2-3 കാര്യങ്ങൾ പറയുന്നത് ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോണക്ക് തന്നെ 1 മാസം കൊണ്ട് ഇത്രയും പെയ്യേണ്ട മഴ ഒരുമിച്ച് 1 മണിക്കൂറിൽ 2 മണിക്കൂറിനകത്ത് പെയ്തു എന്നുള്ളതാണ് ഒരു റീസൺ പറയുന്നത്. രണ്ടാമത് ഇത് സംഭവിക്കുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് വെരി ഏർലി മോർണിംഗ്, 4 AM ഇൻ ദ മോർണിംഗ്. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലായിരുന്നു, ആ ഒരു സമയമായിരുന്നു. അതൊരു റീസൺ ആയിട്ടാണ് പറയുന്നത്. മൂന്നാമത്തത് ഇപ്പോൾ ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഫീമയുടെ എഫിഷ്യൻസിയും അതോടൊപ്പം ഇവിടുത്തെ വാർണിംഗ് സിസ്റ്റം ഫെയിൽ ആയോ എന്നുള്ളൊരു കാര്യത്തെ പറ്റിയും വളരെയധികം ശക്തമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഡോജ് വന്നതിന് ശേഷം പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും വെട്ടിച്ചുരുക്കുകയും പ്രത്യേകിച്ച് ഫീമയുടെ കാര്യങ്ങളിലൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ടാണോ അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ക്രിറ്റിസിസം ആ ഒരു ലൈനിലേക്ക് പോകുന്നുണ്ട്. എൻഡ് ഓഫ് ദ ഡേ എന്താണ് അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞ റീസൺ എന്തായാലും അതിന്റെ ആ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 104 ജീവിതങ്ങളാണ് പൊലിഞ്ഞത്. ഏകദേശം ഇനിയും ഡസൻസ് ഓഫ് ആൾക്കാരെ കാണാനുണ്ട്. അതിനകത്ത് 27 പേര് കുഞ്ഞുങ്ങളാണ് അവർ മരിച്ചത്. അതോടൊപ്പം നൂറുകണക്കിന് വീടുകളാണ് നഷ്ടപ്പെട്ടത്. വീടുകൾ മാത്രമല്ല, ആ ഏരിയയിലുള്ളവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഞാനിത് പറയുമ്പോൾ അതിന്റെ അർത്ഥം അമേരിക്കയിൽ ഉടനീളം പേമാരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ടെക്സസ് എന്നുള്ള സംസ്ഥാനത്ത് അതിന്റെ ഒരു കെയർ കൗണ്ടി ആ ഒരു സ്പെസിഫിക് ഏരിയയിലാണ്. ഹൂസ്റ്റണിലോ ഡള്ളസിലോ അവിടേക്കാണ് നമ്മുടെ ഒത്തിരി ആൾക്കാരുള്ളത്. ആ ഏരിയയിലല്ല ഇത് നടക്കുന്നത് എന്നുകൂടെ ഞാൻ ഒരു പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു.
വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി ഇത്ര വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 104 മൃതദേഹങ്ങളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനിയും ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പൊക്കെ ഉള്ളപ്പോൾ വലിയ ആശങ്കയിലാണുള്ളത്. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു പ്രളയം വന്നാൽ എന്താവും സാഹചര്യമെന്ന് നമ്മൾ മലയാളികൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വലിയ പ്രതിസന്ധിയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് നമുക്കും അറിയാവുന്നതാണ്. ഇനി മറ്റ് വാർത്തകളിലേക്ക് പോകാം. പാലക്കാട്ട് നിപ്പ ബാധിച്ച് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവതിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. 3 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് കിട്ടും. സമ്പർക്ക പട്ടികയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള അന്വേഷണം തുടരുന്നു. 208 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. 9 പേരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഹൈറിസ്ക് പട്ടികയിലുള്ളവർ എല്ലാവരും ഇപ്പോൾ ക്വാറന്റീനിലാണ്. തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ പതിവ് പോലെ ഇന്നും മെഡിക്കൽ ബോർഡ് യോഗം ചേരും. തുടർ ചികിത്സയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും ഇതുവരെയും സാധാരണ നിലയിലായിട്ടില്ല. ഈ മാസം 23-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ രാജ്യത്തെ ഞെട്ടിച്ചത് ഒരു വെളിപ്പെടുത്തലായിരുന്നു. ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ അവിടെയായി വരുന്നുണ്ടായിരുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായി എന്ന് ഒരു മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഈ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ക്രൂര ബലാത്സംഗത്തിനിരയായി എന്ന ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. തെളിവുകൾ സഹിതമാണ് ശുചീകരണ തൊഴിലാളി കോടതിയിൽ പരാതി സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കർണാടക ധർമ്മസ്ഥലയിൽ 10 വർഷത്തിനിടെ കൊല്ലപ്പെട്ട 100 കണക്കിന് മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടാൻ നിർബന്ധിതനായെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബെൽത്തങ്ങാടി കോടതി നിർദ്ദേശപ്രകാരം ധർമ്മസ്ഥല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100ഓളം പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, യുവതികൾ, യുവാക്കൾ, ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ എന്നിവരും ഉൾപ്പെടും. നേത്രാവതി പുഴ ശുചീകരണ തൊഴിലാളിയായ തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി മൃതദേഹങ്ങൾ മറവ് ചെയ്യിപ്പിച്ചു. ചില കൊലപാതകങ്ങൾ ക്രൂരവും പൈശാചികവുമായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളും അടിവസ്ത്രമില്ലാതെയുമായിരുന്നു മൃതദേഹങ്ങൾ. സ്കൂൾ യൂണിഫോം ധരിച്ച 13 വയസ്സുകാരിയെ ബലാത്സംഗത്തിനിരയാക്കി അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടവരിലേറെയും പ്രായപൂർത്തിയാകാത്തവരും സ്ത്രീകളുമായിരുന്നു. 2014 തന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചപ്പോഴാണ് കുടുംബസമേതം രക്ഷപ്പെട്ടതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കുറ്റബോധം സഹിക്കവയ്യാതെയാണ് വെളിപ്പെടുത്തലെന്നും ഇയാൾ പറയുന്നുണ്ട്. തെളിവായി അടുത്തിടെ ധർമ്മസ്ഥലയിൽ ഒരു മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് രഹസ്യമായി എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇതിന്റെ ഫോട്ടോയും ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതി അഭിഭാഷകൻ ഈ രേഖകൾ കൈമാറിയതായും ശുചീകരണ തൊഴിലാളി. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ മണ്ണുമാന്തി പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. KB ബൈജു, ന്യൂസ് 18, മംഗളൂരു. തിരുവനന്തപുരം ജവഹർ നഗറിൽ അമേരിക്കൻ മലയാളിയുടെ 1.5 കോടി രൂപ വില വരുന്ന വീട് തട്ടിയെടുത്ത കേസിൽ വഴിത്തിരിവ്. കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് വ്യാജ പ്രമാണത്തിൽ താൻ ഒപ്പിട്ട് നൽകിയതെന്ന് അറസ്റ്റിലായ യുവതി പോലീസിന് മൊഴി നൽകി. അതേസമയം മെറിൻ ജേക്കബിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിശദമായ തെളിവെടുപ്പിന് വേണ്ടി മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മെറിൻ ജേക്കബിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നെന്നും അനന്തപുരി മണികണ്ഠൻ നിർബന്ധിച്ചതിനെ തുടർന്നാണ് വ്യാജ പ്രമാണങ്ങളിൽ ഒപ്പിട്ട് നൽകിയതെന്നും യുവതി മൊഴി നൽകിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ മണികണ്ഠനെ കേസിൽ പ്രതി ചേർക്കുമെന്ന് മ്യൂസിയം പോലീസ് വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ് മെറിൻ്റേതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് മറികടക്കാനാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച് യുവതി തട്ടിപ്പിന്റെ ഭാഗമായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ശാസ്തമംഗലത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ തെളിവെടുപ്പിനെത്തിച്ച യുവതി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ.
കൊല്ലം കടക്കലിലെ മെറിന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കും. യുവതിയുടെ പക്കൽ നിന്ന് 1.5 കോടി രൂപയ്ക്ക് വസ്തു എഴുതി വാങ്ങിയ ചന്ദ്രസേനനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. സ്ഥലത്തിന്റെ ഉടമയറിയാതെ വ്യാജ പ്രമാണം നിർമ്മിച്ച കാര്യം ഇയാൾക്ക് അറിയാമോ എന്ന് കണ്ടെത്താനാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ജനുവരിയിലാണ് ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ പേരിലുള്ള ആഡംബര വസതിയും സ്ഥലവും വ്യാജ പ്രമാണം നിർമ്മിച്ച് ഒരു സംഘം തട്ടിയെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് ജൂലൈ 8 ജൂലൈ 8 സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദുരന്തത്തിൻ്റെ ദിവസമായാണ് എപ്പോഴും ഓർക്കപ്പെടുക. രാജ്യത്ത് മുഴുവൻ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തത്തിൻ്റെ വാർഷികമാണിന്ന്. 37 വർഷം മുൻപാണ് 1988 ജൂലൈ 8 നാടിനെ മുഴുവൻ നടുക്കിയ ആ ട്രെയിൻ ദുരന്തമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിൻ്റെ 10 ബോഗികൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു. ആ നടുക്കുന്ന ഓർമ്മ ഇന്നും പെരുമൺ ഗ്രാമത്തെ വിട്ടുമാറിയിട്ടില്ല. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിന്റെ എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ട്രെയിനിന്റെ 10 കോച്ചുകളാണ് കായലിലേക്ക് വീണത്. ദുരന്തത്തിൽ 105 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരുക്കേറ്റു. ദുരന്തകാരണം അന്വേഷിക്കാൻ 2 കമ്മീഷനെ റെയിൽവേ നിയമിച്ചിരുന്നു. ആദ്യ റിപ്പോർട്ടിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടകാരണമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൽ ആരോപിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ സർവീസിലുള്ള സമയത്താണ് അപകടം നടക്കുന്നത്. സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പെരുങ്ങാലത്താണ് ജോലി ചെയ്യുന്നത്. കടത്തോളത്തിലെ ജോലി എനിക്കുള്ളത്. പെരുങ്ങാലത്ത് ജോലി ചെയ്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് 60 വന്ന സമയത്ത് പാലത്തെ റെയിലൊക്കെ ഓരോന്നരോട്ട് ഇളവിട്ടിരിക്കുന്നത് മഴ ചാറിക്കൊണ്ടിരിക്കുക. ഞാൻ അപ്പുറത്ത് വന്നിട്ടും അതിനപ്പുറത്ത് 2 തെങ്ങ് അന്നേ ഉള്ളതാണ് ഈ ചുരുണ്ട് വളരുന്നത്. ആ തെങ്ങ് കണ്ടുകൊണ്ട് അന്നത്തെ കമ്മീഷൻ ചുഴലിക്കാറ്റാന്ന് പറഞ്ഞ് ടൊർണാഡോന്ന് പറഞ്ഞ് എഴുതി വിട്ടതൊക്കെ. അല്ല അതിനകത്ത് അനാസ്ഥ എന്നാണ്, റെയിൽവേക്കാർ അനാസ്ഥ തന്നെയാണ് ഉണ്ടായത്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥ ദുരന്ത കാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു. ദുരന്ത സ്മാരകമായി നാട്ടുകാർ പാലത്തിന് സമീപം പെരുമണിലും പേഴുംതുരുത്തിലും ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു. പെരുമണിൽ പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതിമണ്ഡപം സ്ഥാപിച്ചെങ്കിലും പെരുമൺ പേഴുംതുരുത്ത് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമണിലെ മണ്ഡപം പൊളിച്ചു നീക്കി. ദുരന്തസ്മരണ പുതുക്കാൻ ചുരുക്കം ചില്ലർ എത്തുന്നതൊഴിച്ചാൽ പിന്നെ വാർത്തകളിലെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി പെരുമൺ ട്രെയിൻ ദുരന്തം മാറിക്കഴിഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി സ്പെഷ്യൽ ലെവിഷസിലേക്ക് പോകാം. തൃശൂർ പേരാമംഗലം സ്വദേശി രണ്യ പിയാറിന്റെയും കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ബിജു യേശുദാസിന്റെയും വിവാഹ വാർഷികമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അമ്മ നിർമ്മലയാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ഇന്ന് 10ാം പിറന്നാൾ ആഘോഷിക്കുന്ന നെയ്യാറ്റിൻകര ഡാലുമുഖം മഠവിളാകത്ത് ജ്യോതി നിവാസിൽ ജ്യോതിഷിന്റെയും നീതു ചന്ദ്രന്റെയും മകൻ ആദിത് ജെ നായരുടെ പിറന്നാളാണ് ഇന്ന്. ആദിത്യന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. കോട്ടയം പാലായിലെ നിരഞ്ജനയുടെ പിറന്നാൾ കൂടി ഇന്നാണ്. ആശംസകളുമായി അച്ഛൻ നിമിഷും രജനിയും. ഹാപ്പി ബർത്ത്ഡേ നിരഞ്ജന. രാവിലെയിലെ വാർത്തകളിൽ നിന്ന് നമ്മളൊരു ഇടവേള എടുത്ത് പതിവ് പോലെ പോലീസ് പട്രോളിലേക്ക് പോവുകയാണ്. ടോം കുര്യാക്കോസ് ചേരും.